ഇതിനിടയിൽ ഈ വാർത്താ തള്ളിൽ വാർത്താ തിരക്കിൽ നമ്മളൊരു പ്രധാനപ്പെട്ടയാളുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അല്പം വൈകി. മറ്റാരുമല്ല, ഫഹദ് ഫാസിൽ. ഫഹദിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുന്ന, എന്ന് വെച്ചാൽ ഈ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്ന പുതിയ ചിത്രത്തിൻ്റെ റിലീസ് ഇന്നാണ്, 1-ാം തീയതിയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ ഫഹദ് ഞങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്നു നേരത്തെ. ഫഹദ് ഒരു അഭിമുഖം അതിൻ്റെ ഭാഗമായി നൽകിയിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി പൂജയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഫഹദുമായി സംസാരിച്ചത്. ഫഹദിൻ്റെ സീ യു സൂൺ എന്ന ചിത്രം ഇന്ന് OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുകയാണ്. അതേക്കുറിച്ചാണ് ഫഹദ് കൈരളി ന്യൂസുമായി സംസാരിച്ചത്. ഫഹദിക്ക, വളരെ നന്ദി ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നതിന്. എന്തായാലും ഫഹദ് ഫാസിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സീ യു സൂണിന്റെ വിശേഷങ്ങളുമായിട്ട് തന്നെ ആയിരിക്കും എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പാണ്. കാരണം പ്രേക്ഷകർ അത്രയും പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ട്രെയിലർ എന്ന് പറയുന്നത് ട്രെൻഡിങ് ആണ്. ഒരു ത്രില്ലർ മോഡ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് തരുന്ന ഒരു സിനിമയാണ്. എങ്ങനെയാണ് ഈ സീ യു സൂൺ എന്ന ഒരു ഫിലിമിലേക്ക് എത്തിച്ചേരുന്നത്, ഈ ഒരു പരീക്ഷണ ചിത്രത്തിലേക്ക് ഫഹദ് ഫാസിൽ എന്ന നടൻ എത്തിച്ചേരുന്നത്? ആ സിനിമയുടെ കഥയോട് തോന്നിയ ഒരു ഇഷ്ടം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്നൊരു സിനിമയായി തന്നെ വരേണ്ട ഒരു കഥയായിട്ട് തോന്നി. വളരെ റെലവെന്റ് ആയിട്ടുള്ള, ആൾക്കാർ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കഥ തന്നെയാണ് സീ യു സൂൺ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒരു ഇനിഷ്യൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കഥ ഇന്നത്തെ സൊസൈറ്റിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം തോന്നി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ തിയേറ്ററിൽ നിന്നും OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യുന്നത്. തിയേറ്റർ എന്തായാലും നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിലൊന്നും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ OTT റിലീസിലേക്ക് മാറുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ച്? കാരണം അവസാനം ഇറങ്ങിയ ട്രാൻസിനെ സംബന്ധിച്ച് നോക്കിയാൽ വലിയൊരു വിജയമാണ്. അപ്പോൾ OTT റിലീസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷൻ ശരിക്കും സീ യു സൂണ് ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും. പടം ഇന്നലെയാണ് ഇതിന്റെ എന്തെങ്കിലും ഫുട്ടേജ് പുറത്തേക്ക് വന്നത്. ട്രെയിലർ പുറത്തു വന്ന ഇന്നലെയാണ്. അപ്പം ഒരു പാൻ ഇന്ത്യ ഡിസ്കസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ഇത് രണ്ടും തിയേറ്ററിക്കൽ സിനിമകളും OTT സിനിമകളും രണ്ട് സ്വഭാവങ്ങളിലുള്ളയും രണ്ട് രീതിയിലുള്ള സിനിമകളാണ്. ഇപ്പം സീ യു സൂണിന്റെ ലെങ്ത് 1 hour 30 minutes ആണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ തിയേറ്ററിക്കൽ റിലീസ് പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അപ്പം സോ ഐ സീ ഇറ്റ് ആസ് two different platforms and one more opportunity to do different kind of cinema. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്നത് അങ്ങനെയുള്ള സിനിമകൾ രണ്ട് പ്ലാറ്റ്ഫോംസിലും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ തിയേറ്ററിൽ പോസിബിൾ അല്ല എന്ന് പറയുമ്പോഴും ഫഹദ് ഫാസിലിന്റെ സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാം. എന്തായാലും ട്രെയിലറൂടെ കണ്ടതി പിന്നെ പ്രേക്ഷകർ ഭയങ്കര ആകാംക്ഷയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തിയേറ്ററിലാണെങ്കിൽ നമുക്ക് ലൈവ് റെസ്പോൺസസ് ആ സമയത്ത് അറിയാൻ പറ്റും. അതേപോലെ ഫാൻസിന്റെ ആ ഒരു ഇടപെടലും ആ ഒരു രീതിയിലുള്ള എല്ലാം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ OTT റിലീസിൽ നമുക്ക് എല്ലാം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പരിമിതമാണെന്ന് തന്നെ പറയാം. ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അല്ല, ഇതൊരു സ്ഥിരം സാഹചര്യം ഒന്നും അല്ലല്ലോ. ഇപ്പം കുറച്ച് നാളത്തേക്കുള്ള സാഹചര്യമല്ലേ. ഇതൊരു കാലഘട്ടത്തിൽ നമ്മൾ നിന്ന് നമ്മുടെ നമുക്കുള്ള ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ ഇത് ലോകം മാറ്റിമറിക്കും എന്നുള്ള ഇതിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്തത്. നീ അയാളെ ഇന്ന് കണ്ടു, അനുവിന്റെ നമ്പർ കൊടുത്തു, നിന്റെ മമ്മിയുടെ നമ്പർ കൊടുത്തു, എന്നിട്ട് അയാളുടെ നമ്പർ നീ വാങ്ങിച്ചില്ലേ? എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒന്നും തോന്നിയില്ല. നിനക്ക് അനുവിന്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ അറിയോ? ഇനി ഐഡിയ എന്തെങ്കിലും നിനക്ക് അനുവിനെ പറ്റി എന്ത് അറിയാന്നുണ്ടായി പറയുന്നത്? എടാ ജിമ്മി, എന്തോ നാളെ ഇത്? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞ അനുന്റെ കേസ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന്. അനുടി 11 സോറി. എന്റെ മമ്മിയാണ് അവളെ ലാസ്റ്റ് വിളിച്ചേക്കുന്നത്. ഇപ്പോ OTT റിലീസ് എന്ന് പറയുന്ന പോലെ തന്നെ വലിയൊരു പോസിബിലിറ്റി ആണ്. ഇപ്പൊ ഇറങ്ങിയ സൂഫി സുജാതയും തന്നെ അതിനൊരു ഉദാഹരണം തന്നെയാണ്. പ്രേക്ഷകർ അംഗീകരിക്കുന്നു എന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് അതിന്. പ്രത്യേകിച്ച് മുഖ്യധാര താരങ്ങൾ എല്ലാവരും എത്തുന്നു എന്ന് പറയുമ്പോൾ പോലും. അതെ 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 അതെ. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? ഇത് എഡിറ്റില് കുറച്ച് അധികം ടൈം വേണ്ടിയിരുന്ന പടമാണ്. സാധാരണ സിനിമകളെക്കാളും ഒരു വെർച്വൽ സിനിമാറ്റോഗ്രഫിയാണ്. അപ്പം എഡിറ്റിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു സാധാരണ സമയത്തിനേക്കാളും കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു. അതേപോലെ തന്നെ പറയേണ്ടതാണ് ഇപ്പോ റോഷനെ കുറിച്ചുള്ള കാര്യം. കപ്പേളയൊക്കെ ഇറങ്ങി റോഷൻ എന്ന് പറയുന്ന തന്നെ തനിക്ക് കിട്ടുന്ന ക്യാരക്ടറിനെ അത്രയും മനോഹരമായി അവതരിപ്പിച്ച് പ്രേക്ഷകർക്കിടയിൽ വലിയൊരു പ്രീതി നേടിയെടുത്ത ഒരു നടൻ എന്ന് തന്നെ പറയണം.
റോഷനെ പറയാൻ. ഇപ്പോൾ റോഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ലിങ്ക് എങ്ങനെയാണ്? റോഷനിലേക്ക് എത്തിയത് ഞാനും മഹേഷും കൂടാണ്. റോഷന്റെ ഇതിനു മുമ്പുള്ള സിനിമകൾ കണ്ട് എക്സൈറ്റഡ് ആവുകയും റോഷൻ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞങ്ങൾ റോഷനിലേക്ക് എത്തിയത്. റോഷൻ ഇസ് ബ്രില്യന്റ്. റോഷന് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രത്യേകതകളുള്ള ക്യാരക്ടറാണ് അത്. റോഷൻ അതേപോലെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കോവിഡ് കാലത്തെ ഒരു പരീക്ഷണം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഫഹദിന്റെ കോവിഡ് കാലം എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഓണം വരികയാണ്, സിനിമ എത്തുന്നു, സെപ്റ്റംബർ 1 റിലീസാണ്. എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്? ഇല്ല, മറ്റുള്ള എല്ലാ മലയാളികളെയും പോലെയും ലോകത്തുള്ള എല്ലാരെയും പോലെയും ഒരു വലിയ ക്രൈസിസിന്റെ ഭാഗത്ത് ഒരു ഫേസിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തന്നെ ആഘോഷിക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഒരുപാട് പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ വീട്ടിൽ തന്നെയാണ്. ദിസ് ടൈം ദ സിനിമ ഈസ് ഗോയിങ് ടു ദി ഓഡിയൻസ്, സോ ലെറ്റ്സ് സീ. ശരി, എന്തായാലും വളരെയധികം നന്ദി ഈ ഒരു സമയത്ത് ഞങ്ങളോട് ചെലവഴിച്ചതിന്. എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് എല്ലാ ആരാധകരും ഞങ്ങളും എല്ലാവരും തന്നെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഫഹദിൻ്റെ ഒരു പുതിയ അറ്റംപ്റ്റാണ് 1.5 മണിക്കൂർ സിനിമ. അത് തിയേറ്ററിലേക്കല്ല, കോവിഡ് കാലത്ത് OTT പ്ലാറ്റ്ഫോമിൽ ആമസോൺ പ്രൈമിൽ വരാൻ പോകുന്നു. ഇന്ന് റിലീസാണ്. എല്ലാ ആശംസകളും. ഒരു അമേസിങ് ആക്ടറാണ്. മലയാളത്തെ സംബന്ധിച്ച് നമ്മൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫഹദ്. ആ സാഹചര്യത്തിലാണ് ഞങ്ങളുമായി കുറച്ച് നേരം സംസാരിക്കാൻ ഓൺലൈനിൽ വന്നത്. പൂജ ഫഹദുമായി സംസാരിക്കുകയായിരുന്നു. ആ നല്ല മൊമെൻറ്റ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരുപാട് സന്തോഷം ഫഹദ് ഞങ്ങളുമായി സംസാരിച്ചതിനും ഈ കാര്യങ്ങൾ പങ്കുവച്ചതിനും.